ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കുന്നത് ടോപ്പിക്ക് പെർസെപ്ച്വൽ പ്രോസസ്സാണ്. അതെങ്ങനെയാണ് നമ്മൾ പെർസെപ്ഷൻ്റെ പ്രോസസ്സാണ്. എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ പ്രോസസ്സ് ചെയ്യണത്, അല്ലെങ്കിൽ പെർസെപ്ഷൻ എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളതാണ്. അതിന് നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഈ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രോസസ്സിനെ നമ്മൾ ആദ്യം തന്നെ ഒരു സ്റ്റിമുലിയെ റിസീവ് ചെയ്യും. ആ റിസീവ് ചെയ്ത സ്റ്റിമുലിയിൽ നിന്ന് നമ്മൾ അത് ഓരോ സ്റ്റെപ്പായിട്ട് പറയാം. റിസീവിങ് സ്റ്റിമുലിയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. റിസീവിങ് സ്റ്റിമുലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ നമ്മൾ നമ്മളെ സെൻസറി ഓർഗൻസ് വെച്ചിട്ട് നമ്മൾ ഐ, ഇയേഴ്സ്, നോസ്, മൗത്ത് ആൻഡ് സ്കിൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ സെൻസറി ഇൻപുട്സ് കാണുകയും കേൾക്കുകയും സ്മെൽ ചെയ്യും, ടേസ്റ്റ് ചെയ്യും, ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഇൻറ്റേർണലായിട്ടും ഈ സ്റ്റിമുലി എന്ന് പറയുന്നത് ഇൻറ്റേർണലാവും എക്സ്റ്റേണലായിരിക്കും. അത് നമ്മൾ ലൈറ്റും സൗണ്ടും അതിൻ്റെ പ്രഷറും ഒക്കെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഇൻറ്റേർണലായിരിക്കാം. നമുക്ക് എന്താ പറയുക, മസിൽസ്, ഡൈജസ്റ്റ് സിസ്റ്റം ഇങ്ങനെയൊക്കെ വെച്ച് നമ്മൾ ഇൻറ്റേർണലി എക്സ്റ്റേണലി നമ്മൾ സ്റ്റിമുലീസ് റിസീവ് ചെയ്യണം. ആഫ്റ്റർ റിസീവിങ് എ സ്റ്റിമുലി നെക്സ്റ്റ് സ്റ്റെപ്പാണ് സിലക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ എൻവയോൺമെൻറ്റിൽ നിന്ന് നമ്മൾ ഒരുപാട് സ്റ്റിമുലി എടുത്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ആ സ്റ്റിമുലീനെ മാത്രമാണ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക്, അത് ഇൻഡിവിജ്വലി എല്ലാ സ്റ്റിമുലിയും നമുക്ക് എൻവയോൺമെൻറ്റിൽ കണ്ട എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിനെ സ്ക്രീൻ ചെയ്തിട്ട് സെലക്ട് ചെയ്യും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്, സെലക്ഷൻ ഓഫ് സ്റ്റിമുലി എന്ന് പറയുന്നത്. അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇൻറ്റേർണൽ ഫാക്ടേഴ്സും നമ്മൾ ഈ സെലക്ഷൻ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് നമ്മൾ കണ്ട എല്ലാ കാര്യങ്ങളും കണ്ടതും കേട്ടതൊക്കെ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയില്ല. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് സെലക്ട് ചെയ്യുക. ഈ സെലക്ട് ചെയ്ത സ്റ്റിമുലിയിൽ നിന്ന് നമ്മൾ അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യും. ഓക്കെ, അതായത് സം മീനിങ് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഇൻഫോർമേഷനെ മീനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതാണ് പെർസെപ്ഷനിൽ ശരിക്കും നമ്മൾ ചെയ്യുന്നത്. മീനിങ് വൺസ് കൊടുക്കുക. നമ്മൾ എല്ലാ ഇൻഫോർമേഷൻസ് കിട്ടിയ പല ഇൻഫോർമേഷൻ പല സ്ഥലത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്തു. ആഫ്റ്റർ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഓർഗനൈസ് ചെയ്തതിന് നമ്മളതിനെ കറക്റ്റായിട്ടുള്ള ഇൻ്റർപ്രിറ്റേഷൻസ് കൊടുക്കുകയാണ്. ഓക്കെ, അതായത് നമ്മൾ അസംഷനും നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ കിട്ടിയ സ്റ്റിമുലിയെ നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻ നടത്തുന്നു. അതാണ് നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് സ്റ്റിമുലി എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ്സ് 4 പറയണത്. ആദ്യം നമ്മൾ സ്റ്റിമുലീസ് റിസീവ് ചെയ്ത എല്ലാ സ്റ്റിമുലിയിൽ നിന്നും നമ്മൾ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ ഓർഗനൈസ് ചെയ്തതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റർപ്രിറ്റേഷൻ കൊടുക്കും. അങ്ങനെ 4 നമ്മുടെ സെൻസേഷൻ്റെ അല്ലെങ്കിൽ പെർസെപ്ച്വൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും അഡ്വാൻസ്ഡ് തന്നെ മീൻസ് ഇതിന് ഇൻ്റർപ്രിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം അതിന് റെസ്പോൺസ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എന്നൊരു ഓപ്ഷനൊക്കെ കാണാറുണ്ട് നമ്മൾ. പക്ഷേ ഞാൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യാൻ കാരണം ടെക്സ്റ്റ് ബുക്കിൽ 4 പെർസെപ്ച്വൽ പ്രോസസ്സുകൾ. അപ്പോൾ അത് പഠിച്ചാലും കുഴപ്പമില്ല, അത് പഠിച്ചോളൂ, കുഴപ്പമില്ല. സ്റ്റിമുലിയെ റിസീവ് ചെയ്യണു. റിസീവ് ചെയ്ത സ്റ്റിമുലിയെ നമ്മൾ എൻവയോൺമെൻറ്റ് എല്ലാ സ്റ്റിമുലിയും നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി നമ്മൾ അതിന് കുറച്ച് സ്റ്റിമുലിയെ സ്ക്രീൻ ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. അല്ലെങ്കിൽ അതിനെ നമ്മൾ കുറച്ചിനെ സ്ക്രീൻ ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. അതിന് സെലക്ഷൻ സ്റ്റിമുലി. അതിന് ശേഷം നമ്മൾ അതിനെ അതിൽ ഇൻഫോർമേഷൻ ഗ്രൂപ്പ് ചെയ്യും, ഓർഗനൈസ് ചെയ്യും, ദെൻ നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻ കൊടുക്കും. അങ്ങനെയാണ് പെർസെപ്ഷണൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ.